മൂവ്മെൻറ്റ്സ് ഇത് ക്രെയിൻ വെച്ചിട്ട് കണ്ടെയ്നർ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വിഴിഞ്ഞം സീപോർട്ടിലേക്കാണ് യാത്ര. ഇത്ര നാൾ കാത്തിരിക്കേണ്ടി വന്നു ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട്. ഇനാഗുറേഷൻ ഡേയിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല. അന്ന് പബ്ലിക് എൻട്രി ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പബ്ലിക് എൻട്രി ഇല്ല, പോർട്ടിനകത്ത് കയറാൻ പറ്റില്ല. അതിനടുത്ത് എവിടെയെങ്കിലും പോയി നിന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ വിഴിഞ്ഞ ഹാർബറിൽ പോകണം, അതായത് നമ്മുടെ വിഴിഞ്ഞ സീപോർട്ടിലെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നും 55 മിനിറ്റ്സ്, അതായത് 25 കിലോമീറ്ററാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക്. ഓക്കെ, നമ്മൾ ഹൈവേ വഴി വന്നു. ടോൾ പ്ലാസ കഴിഞ്ഞിട്ടാണ് വന്നത്. ടോള് ഞങ്ങൾക്ക് ഫാസ്ടാഗ് ഇല്ലാത്തത് കൊണ്ട് 350 റുപ്പീസ് കൊടുക്കേണ്ടി വന്നു. കാരണം നമ്മൾ റെഗുലറായിട്ട് വരുന്ന റൂട്ടല്ലല്ലോ. 310 കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ 155 മറ്റോ ആണ് വൺ വേ. പിന്നെ ഞങ്ങൾ 310 കൊടുത്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഏകദേശം എത്താറായി. നമുക്ക് ഈസിയാണ് വരാനായിട്ട്, ബൈപ്പാസ് വഴി വരികയാണെങ്കിൽ. ഗൂഗിൾ മാപ്പ് ഡയറക്റ്റ് ചെയ്ത പോലെ തന്നെ ഞങ്ങൾ മൂവ് ചെയ്തു, വിഴിഞ്ഞത്തെത്തി. നമുക്ക് ഇവിടെ എത്തുമ്പോൾ സീ കാണാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? സീ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നും. മാത്രമല്ല എനിക്ക് ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടിയും തോന്നാറുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് 2 പള്ളികളുണ്ട്, അവിടെ ചെന്ന് നിന്നാൽ നന്നായിട്ട് കാണാൻ പറ്റുമെന്നുള്ളത്. എന്തായാലും ഗൂഗിൾ മാപ്പ് നമ്മളെ അങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഇത് സീയുടെ സൈഡിൽ കൂടെയുള്ള റോഡ്, സീഷോറിൽ കൂടെയുള്ള റോഡിൽ കൂടി നമ്മൾ ഏകദേശം എത്താറായി. നമ്മൾ ആ പള്ളിയൊക്കെ കണ്ടു തുടങ്ങി. ഹാർബർ റോഡെന്നാണ് ഇതിനെ പറയുന്നത്. ഗൂഗിൾ മാപ്പിൽ വിഴിഞ്ഞം സീപോർട്ട് എന്ന് ഇട്ടിട്ട് നമ്മൾ പോയാൽ മതി, നമുക്കത് കറക്റ്റായിട്ട് ആ ലൊക്കേഷനിൽ എത്താൻ പറ്റും. ഇവിടെയാണ് അന്ന് പ്രശ്നങ്ങളൊക്കെ നടന്നത്. പോർട്ട് വന്നാൽ എന്തോ ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഈ സ്ഥലമാണ്. അതായത് പോർട്ടിനോട് ചേർന്നിട്ടാണ് ഹാർബർ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട ഒരു ഫിഷർമാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അത് ഇവിടെ ഇങ്ങനെ പുലിമുട്ടുകൾ നിർമ്മിക്കുമ്പോൾ സീ പൊങ്ങി വരും. ഇവർക്കൊരു ഏരിയ ഉണ്ട്, അത് അവിടെ ചെന്ന് നിന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് ഫിഷർമാൻസ് ബോട്ടെല്ലാം കൂടി വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം ഈ പോർട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു അകത്തോട്ട് കയറി കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിങ്ങനെ സീ പൊങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കടലിൽ നിന്ന് ബോട്ടുകൾ ഈ സ്ഥലത്തേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് എൻട്രി ഇല്ല. അതാണ് അന്ന് അവർ പ്രശ്നം ഉണ്ടാക്കിയത്. അത് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ഗവൺമെൻറ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോർട്ടിനോട് ചേർന്നിട്ടാണ് ഹാർബറും ഉള്ളത്. അത് കുറച്ച് ഉള്ളിലേക്കാണ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഏരിയയിൽ പോയി നിന്ന് നമുക്ക് അവരുടെ ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പറ്റും. എന്തായാലും ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് തന്നെ അത് സോർട്ട് ഔട്ട് ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നമ്മൾ സീയുടെ അടുത്തെത്തി. ഇവിടെ നിന്ന് നമുക്ക് പോർട്ടിലേക്കൊന്നും എൻട്രി ചെയ്യാനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ലൈറ്റ് ഹൗസും കാണാൻ പറ്റും, കോവളത്തുള്ള. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഇവിടെ വരുമോ എന്നുള്ളത് വളരെ കാലമായി സംശയത്തിലായിരുന്നു. പണി തുടങ്ങിക്കഴിഞ്ഞെങ്കിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എന്തായാലും അവസാനം നമ്മളുടെ എല്ലാ ആഗ്രഹം സഫലീകരിച്ചു. ഒരു പോർട്ട് വന്നാൽ ആ സ്ഥലത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഏവർക്കും അറിയാം. ഇവിടുത്തെ സീയിൽ നാച്ചുറലായിട്ട് 20 മീറ്റർ ഡെപ്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് യാതൊരുവിധ ഡ്രഡ്ജിങ്ങും ഇല്ലാതെ തന്നെ വലിയ മദർഷിപ്പുകൾക്ക് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വന്ന സമയത്ത് ഒരു മദർഷിപ്പോ ഒരു ഫീഡർഷിപ്പോ അവിടെ ഇല്ലായിരുന്നു. ഫിഷർമാൻസ് ബോട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ഫ്രൈഡേ ഒരു മദർഷിപ്പ്, ഏറ്റവും വലിയ മദർഷിപ്പ് ഇവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നു. കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എവർക്കും പോയി കാണാവുന്നതാണ്. എനിക്കെന്തായാലും കഴിയില്ല, കാരണം ഇപ്പോൾ 2 ദിവസമായല്ലേ ഉള്ളൂ ഞാൻ പോയിട്ട് വന്നിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഫീഡർഷിപ്പുകളും വരുന്നുണ്ട്. മദർഷിപ്പ് വലിയ മദർഷിപ്പാണ്, അത് കാണേണ്ടത് തന്നെയാണ് നമ്മൾ. പള്ളിയുടെ ഈ സൈഡിൽ വന്ന് നിന്നാൽ നമുക്ക് നമ്മുടെ സീപോർട്ട്
വ്യക്തമായിട്ട് കാണാൻ പറ്റും. വളരെ അടുത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് പോകാനൊരു ഡയറക്റ്റ് എൻട്രി ഇല്ല. ഇവിടുന്ന് നമ്മൾക്ക് ഹാർബറിലേക്ക് പോകാൻ പറ്റും. അവിടെ ചെന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ട്രിവാൻഡ്രത്തുള്ള ഓൾമോസ്റ്റ് ആൾക്കാരും വിഴിഞ്ഞത്ത് പോയിട്ട് ഫ്രഷ് മീൻ വാങ്ങിക്കാറുണ്ട്. കാരണം ഇതേപോലത്തെ ഫിഷർമാൻ ബോട്ടുകൾ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ബോട്ടുകളിൽ വരുന്ന ഫ്രഷ് മീൻ അവരത് പിടിക്കുന്നതാണ്. ഒരുപാട് നാൾ വെച്ചേക്കുന്ന ബോട്ടുകളിൽ നിന്ന് വരുന്നതല്ല, വള്ളങ്ങളിൽ പോയിട്ട് പിടിക്കുന്ന മീനുകളാണ് നമുക്കവിടെ ചെന്നാൽ കിട്ടുന്നത്. ഞങ്ങൾ എന്തായാലും ഫിഷൊന്നും മേടിക്കാൻ നിന്നില്ല, കാരണം അവിടെ ഭയങ്കര രസം, ഭയങ്കര വെയിലുമായിരുന്നു. അത് കണ്ടോ, അതാണ് വലിയ ക്രെയിന്. ചെറിയ ക്രെയിനൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമുക്കിതിൻ്റെ അടുത്ത് പോയി കാണാൻ എന്താണ് വഴി എന്ന് ഉള്ളതാണ്. ഷിപ്പ് അവിടെ വരെ വരും. പക്ഷേ ഇപ്പോഴും കണ്ടെയ്നർ മൂവ്മെൻറ്റ്സ്, ഇത് ക്രെയിൻ വെച്ചിട്ട് കണ്ടെയ്നർ മൂവ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, കാണുന്നുണ്ട്. കണ്ടോ, അവിടെയാണ് ഷിപ്പ് വന്ന് കിടക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടക്കും. ഷിപ്പിന് ഇങ്ങനെ അവിടെ വന്നിട്ട് മറ്റേ പൈലറ്റ് ഷിപ്പുകൾ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ ഭാഗ്യമില്ല, ഒറ്റ ഷിപ്പും ഇവിടെ ഇല്ല. അങ്ങോട്ടൊക്കെ എന്തൊക്കെയോ നിർമ്മിതികളൊക്കെ ഉണ്ട്. ഒരുപാട് ഫിഷർമാൻസ് ബോട്ടുണ്ട്. നല്ല തിരയുണ്ട് കേട്ടോ. ഇതാണ് പുലിമുട്ടെന്ന് പറയുന്ന ഇതാണ്. ഞങ്ങൾ അവിടെ നിന്ന് തിരികെ വന്നപ്പോൾ 1-2 ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞത് അവിടെ ഒരു ചർച്ചുണ്ട്, ക്രിസ്ത്യൻ ചർച്ചുണ്ട്. അത് ഡെഡ് എൻഡാണ് ആ റോഡ്. അവിടെ ചെന്ന് നിന്നാൽ നമുക്ക് നമ്മുടെ സീ പോർട്ടിൽ കുറച്ചുകൂടി അടുത്തേക്ക് ഇറങ്ങി നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് എടുത്ത ഫോട്ടോയാണിത്. അത് കുറേ കൂടി അടുത്തോട്ട്, അതായത് ഏകദേശം അടുത്ത് വരെ തന്നെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുവഴി നടന്നൊക്കെ പോകാൻ. റോഡുണ്ട്, വണ്ടിയൊന്നും പോകത്തില്ല. കാറെല്ലാം ഞങ്ങൾ പള്ളിയുടെ അങ്കണത്തിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. ഇതാണ് ആ വഴി. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള ഒരു റോഡാണ്. അത് അവിടെ ചെന്ന് നിൽക്കുവാണ് ആ റോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കാൽനടയായിട്ട് ഇറങ്ങിപ്പോയി അവിടെ പോയി നിന്ന് കാണാനും ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റും. പോർട്ട് ഇതാണ് കേട്ടോ. പക്ഷെ നമുക്ക് എന്ത് വന്നാലും അകത്തോട്ട് എൻട്രി ഇല്ല. ഇങ്ങനെ ഇത്ര അടുത്തുനിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതിനകത്തൊരു റോഡ് കൊണ്ട് കയറാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അങ്ങനെയില്ല. അതൊക്കെ പോർട്ടിൻ്റെ സംഭവങ്ങളാണ്. നമുക്ക് അവിടെയൊന്നും എൻട്രി ഇല്ല. ഇത്ര അടുത്ത് നിന്ന് ഇത് കാണാം. പിന്നെ ഹാർബറാണ്. ഈ റോഡൊക്കെ ഇവിടെ വന്നങ്ങ് നിൽക്കുക. പോർട്ടിൻ്റെ ഓഫീസൊക്കെ അവിടെ ഉണ്ട്. വളരെ വൈകാതെ തന്നെ സിംഗപ്പൂർ, ദുബായ്, ജബലലി പോർട്ട്, കൊളംബോ പോർട്ട് പോലെയൊക്കെ ഈ സ്ഥലവും ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ആ ഒരു ഡെവലപ്മെൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് പ്രതിഫലിക്കും, പ്രത്യേകിച്ച് ട്രിവാൻഡ്രംകാർക്ക്. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ല ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.